എല്ലാവർക്കും നമസ്കാരം. ഈ സെയിൽസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ നോയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ, അതായത് വേണ്ട, എനിക്ക് വേണ്ട, ഇപ്പോൾ പിന്നെ നോക്കാം, അല്ലെങ്കിൽ നോ എന്നൊക്കെ ഒരു കസ്റ്റമർ നമ്മളോട് പറയുന്ന സമയത്ത് മാനസികമായിട്ട് അല്പം ഡൗൺ ആവും ഏത് സെയിൽസ് രംഗത്തുള്ള ആളുകളും. അപ്പോൾ അവർക്ക് ഒന്ന് ഊർജ്ജസ്വലരായിരിക്കാൻ ഈ സമയത്തും നമ്മളൊരു എസ്സിലേക്കുള്ള യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈച്ച് നോ ഇൻ സെയിൽസ് ഇസ് ജസ്റ്റ് 1 സ്റ്റെപ്പ് ക്ലോസർ ടു അനദർ എസ്. അതെ, ആ എസ്സിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്തയിൽ തന്നെ പ്രവർത്തിക്കണം. അപ്പോൾ 5 കാര്യങ്ങളിൽ ആദ്യത്തത്, ദ റിജക്ഷൻ ഈസ് നെവർ പേഴ്സണൽ. നോട്ട് എവ്രി വൺ നീഡ്സ് വാട്ട് യു സെൽ റൈറ്റ് നൗ. അതായത് റിജക്റ്റ് ചെയ്യപ്പെട്ടത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല. ചിലപ്പോൾ നമ്മൾ ആ പിച്ച് ചെയ്ത സമയത്ത്, അതായത് ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ചിലപ്പോൾ അതിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു കാണില്ല, അല്ലെങ്കിൽ അവർക്കതിൻ്റെ ആവശ്യകത ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെന്ന് പറയുന്ന വ്യക്തിയല്ല റിജക്റ്റ് ചെയ്യപ്പെട്ടത് എന്ന ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടാകേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ദേ മൈറ്റ് ജസ്റ്റ് നോട്ട് റിയലൈസ് ദാറ്റ് ദേ നീഡ് വാട്ട് യു സെൽ. യുവർ ജോബ് ഇസ് ടു ഹെൽപ്പ് ദം എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ കസ്റ്റമർ ആകേണ്ട ആ പ്രോസ്പെക്റ്റിന് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയോ സേവനത്തിൻ്റെയോ ആവശ്യകത ശരിക്കും മനസ്സിലായിട്ടില്ല. നമ്മുടെ ശരിയായ വർക്ക് അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നത് അവരെ സഹായിച്ച് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വഴി അവർക്കുണ്ടാകാവുന്ന നേട്ടങ്ങളെപ്പറ്റി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ റോള്. അവിടെയും ഡീമോട്ടിവേറ്റഡ് ആകാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, നെവർ ലെറ്റ് എ നോ റെഡ്യൂസ് യുവർ മോട്ടിവേഷൻ. അപ്രോച്ച് ഈച്ച് പ്രോസ്പെക്റ്റ് വിത്ത് ഓപ്റ്റിമിസം. ഓരോ നോ കേൾക്കുമ്പോഴും നമ്മൾ ആ ഭയങ്കര എനർജറ്റിക്കൊക്കെ ആയിട്ട് പോയാൽ നമ്മൾ ഡൗണായി പോകാതിരിക്കുക. നമ്മുടെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ അടുത്ത ആളെ കൊണ്ട് എനിക്ക് യെസ് പറയിക്കാൻ സാധിക്കും, അടുത്ത ക്ലയൻറ്റിനെ എനിക്ക് കിട്ടും, അടുത്ത കസ്റ്റമറെ എനിക്ക് ലഭിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, ദർ ആർ പീപ്പിൾ ഔട്ട് ദർ ഹു ആക്ച്വലി നീഡ് യുവർ പ്രൊഡക്റ്റ്. യുവർ ജോബ് ഇസ് ടു ഫൈൻഡ് ദം. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ നമ്മുടെ സേവനങ്ങളോ നമ്മുടെ ഉൽപ്പന്നങ്ങളോ ആവശ്യമുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. അവരെ കണ്ടെത്തുക, അവരിലേക്ക് എത്തിപ്പെടുക, അവർ നമ്മളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് 5th പോയിൻ്റ് എന്ന് പറയുമ്പോൾ, റിമെമ്പർ ഓൾ ഓഫ് ദ പീപ്പിൾ യു ഹാവ് ഹെൽപ്പ് സോ ഫാർ. കീപ് ദാറ്റ് പോസിറ്റീവ് എനർജി. നമ്മൾ ഇതിനു മുമ്പ് സഹായിച്ചിട്ടുള്ള, നമ്മുടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വഴി വലിയ മൂല്യമുണ്ടായിട്ടുള്ള, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളെ പറ്റി ഇടയ്ക്കൊന്ന് ഓർക്കുക, സ്മരിക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു എനർജി ഉണ്ടാക്കി തരും. നമ്മളിലുള്ള ഉൽപ്പന്നമോ സേവനമോ മികച്ചതാണെന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ അത് തന്നെ മതി 90% നമുക്ക് സെയിൽസ് കൺവേർഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ദയവായിട്ട് ഓർത്ത് വയ്ക്കുക. പലപ്പോഴും സെയിൽസ് എന്ന് പറയുമ്പോൾ റിജക്ഷൻ അതിൻ്റെ ഭാഗം തന്നെയാണ്. റിജക്ഷൻ സെയിൽസിൻ്റെ പാർട്ടല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. റിജക്ഷനും സെയിൽസ് നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം തന്നെയാണ്. ചില ദിവസങ്ങളിൽ മറ്റു പലരേക്കാൾ കൂടുതൽ നമ്മളത് ചിലപ്പോൾ നേരിടേണ്ടി വരും. അപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം എന്താ, എങ്ങനെ നമുക്ക് കസ്റ്റമറിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാം, നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം. ആ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ, ആ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ സെയിൽസ് രംഗത്ത് നിൽക്കുക. കാരണം സെയിൽസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് എന്തൂസിയാസം, ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ്. നമ്മളിലുള്ള ചുറുചുറുക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറുമ്പോഴാണ് സെയിൽസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. താങ്ക് യു.